അടി ഒരിഞ്ഞടി എവിടെ? ഇവിടെ നമ്മുടെ കവലയില്. നമ്മുടെ ഈ കവലയില് ഇപ്പൊ നടക്കും. വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. അതേതാടാ ആ അവതാരം? അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹ എന്നാണ്. സുനാമി വന്നി ഓടിക്കോ. ഈശ്വര കീലേരി. അതേടാ കീലേരി തന്നെ. ഞാൻ തിരിച്ചു വരില്ലെന്ന് വിചാരിച്ചോ? എല്ലാത്തിനെയും കുത്തും ഞാൻ. 4 മാസമായിട്ട് ഈ കത്തിക്ക് റെസ്റ്റാണ്. ഇനി ആ റെസ്റ്റ് കൊടുക്കൂല. നേരത്തെ കുത്തും ഞാൻ. എന്റെ വീട്ടിലേക്ക് നാട്ടിലേക്ക് നീ വന്നോ? കൊച്ചിയിൽ ഗുണ്ട ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. കളമശ്ശേരിയിൽ 5 ദിവസം മുൻപുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. 2 തെങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. ചന്ദ്രൻ അവന് പറ്റിയ നല്ലൊരു ഉണക്കത്തങ്ങ. എന്തോ അവന് ഇച്ചിരി ബഹുമാനക്കുറവുണ്ട്. അവനെ എത്രയും വേഗം അകത്താക്കി മര്യാദ പഠിപ്പിക്കും. ശരി സാർ. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. നിനക്കൊല്ല കേൾക്കാൻ പറ്റണ. അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ. പണ്ട് ഇതുപോലെ തല്ലുകൊണ്ട് ചാവക്കാട് ആശുപത്രി ചോര തൂറി കിടന്ന പോലെ കിടന്നാലേ അവന് സമാധാനമാകും. ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല കേട്ടാ. നമ്മള് വരണ്ട ഫ്രീ. അപ്പൊ നടക്കട്ടെ. നല്ല ഈടിവെട്ടായിട്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം കൊച്ചി നഗരത്തിൽ ഗുണ്ടാ സംഘങ്ങൾ വീടുറപ്പിക്കുന്നു. അവനെന്താ ഗുണ്ടേ? കീറിക്കളെ ഞാൻ പറഞ്ഞില്ല. നല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചൂടെ നിനക്ക്? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഇങ്ങനെ തെറി വിളിക്കല്ലേ ഒരു മനസ്സിനാണ് ഞാൻ. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? അവന്റെ അപ്പനെ വിളിച്ചിട്ട് കാലിയം പിടിക്കും. ബാത്റൂമിലുള്ള സ്പേസ് ഉണ്ട്. വളഞ്ഞിട്ടതെല്ലാം നിവർത്തിയില്ലഞ്ഞിട്ട്. പിന്നെ തല്ലുമ്പോ വായി തുണി തിരികെ തല്ലണം. ഒരു തരി ശബ്ദം പോലും കേൾക്കരുത്. എന്റെ ദേഹത്തുനിന്ന് ചോര പൊടിയാണ്ടിരിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. ശ്രദ്ധിച്ചു കേട്ടോ. നെഞ്ചിടിച്ച് പേടിച്ച് തോറി മെഴുകി നിൽക്കുക ഞാൻ. ഈ സാഹചര്യത്തിൽ എന്നെ വെറുതെ വിട്ടൂടെ? ഞാൻ എന്ത് വേണോ ചെയ്യാ. എന്നെ ഇവിടെ വെച്ച് ഇടിച്ച് നാറ്റിക്കരുത്. ഇച്ചിരി നേരത്തെ തിരിഞ്ഞു നോക്കണ്ടായിരുന്നു. ഓട്ടം നോക്കിയേ. തിരുമേനിയോട് യാത്ര പറഞ്ഞില്ല. ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം. ശരി.